ഹലോ ഫ്രണ്ട്സ്, റെസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ കഥയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കഥ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഇന്നത്തെ കഥയിലേക്ക് പോകാം. മഴ പെയ്ത് നനഞ്ഞ ഒരു ജൂൺ പ്രഭാതം. സർക്കാർ ഹൈസ്കൂളിന്റെ വരാന്തയിലൂടെ അധ്യാപകരും വിദ്യാർത്ഥികളും തിരക്കിട്ട് നടന്നു. സ്കൂൾ മുറ്റത്ത് മഴത്തുള്ളികൾ ഇലകളിൽ നിന്ന് പതിയെ വീണുകൊണ്ടിരുന്നു. ആ തിരക്കിനിടയിൽ കയ്യിൽ പുസ്തകങ്ങളുമായി പതുക്കെ നടന്ന് സ്റ്റാഫ് റൂമിലേക്ക് കയറിയത് ഗൗരിയായിരുന്നു. വെളുത്ത കോട്ടൺ സാരി, നെറ്റിയിൽ ചെറിയൊരു കറുത്ത പൊട്ട്, മുഖത്ത് സൗന്ദര്യമുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അവളുടെ കണ്ണുകളിലെ നിശബ്ദ ദുഃഖമായിരുന്നു. 5 വർഷമായി അവൾ അതേ സ്കൂളിൽ മലയാളം പഠിപ്പിക്കുകയാണ്. ഭർത്താവായ അരുൺ ഒരു അപകടത്തിൽ മരിച്ച ശേഷം ജീവിതം മുഴുവൻ മാറിപ്പോയിരുന്നു. അതിനുശേഷം ഗൗരി ഒരിക്കലും നിറമുള്ള സാരികൾ ധരിച്ചില്ല, ഉച്ചത്തിൽ ചിരിച്ചില്ല, ആവശ്യമുള്ളത്ര മാത്രം സംസാരിച്ചു. ജീവിതം അവൾക്കൊരു കടമയായി മാറിയിരുന്നു. സ്റ്റാഫ് റൂമിൽ കയറിയപ്പോൾ സഹാധ്യാപിക മാലിനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഗൗരി ടീച്ചർ, ഇന്ന് മഴയിൽ നന്നായി നനഞ്ഞല്ലോ. ഗൗരി ചെറുതായി പുഞ്ചിരിച്ചു. കുട കൊണ്ടുവന്നിരുന്നു, പക്ഷെ കാറ്റ് ജയിച്ചു. ഇരുവരും ചിരിച്ചു. മാലിനി വീണ്ടും പറഞ്ഞു, ഇന്ന് പുതിയ ഇംഗ്ലീഷ് സാർ ജോയിൻ ചെയ്യുമെന്നാണല്ലോ കേട്ടത്. അതെ, ഹെഡ് മാസ്റ്റർ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ഹെഡ് മാസ്റ്റർ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു വന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ, ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് പുതിയൊരു ഇംഗ്ലീഷ് അധ്യാപകൻ ജോയിൻ ചെയ്യുന്നുണ്ട്. വാതിലിന് സമീപം നിന്നിരുന്ന യുവാവിനെ അദ്ദേഹം അകത്തേക്ക് ക്ഷണിച്ചു. വരൂ, അകത്തേക്ക് വരൂ. നീല ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച യുവാവ് എല്ലാവരെയും നോക്കി ആദരവോടെ പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞാൻ നിരഞ്ജൻ. ഇനി മുതൽ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കൈയടിച്ച് സ്വാഗതം ചെയ്തു. ഗൗരി ഒരു നിമിഷം തല ഉയർത്തി അവനെ നോക്കി. പിന്നെ വീണ്ടും തന്റെ ഫയലുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. നിരഞ്ജൻ ഓരോ അധ്യാപകനോടും പരിചയപ്പെട്ടു. അവസാനം ഗൗരിയുടെ മുന്നിലെത്തി. നമസ്കാരം ടീച്ചർ, ഞാൻ നിരഞ്ജൻ. ഗൗരി മര്യാദയോടെ എഴുന്നേറ്റു. നമസ്കാരം, ഞാൻ ഗൗരി, മലയാളം പഠിപ്പിക്കുന്നു. താങ്കളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. എനിക്കും. 2 വാക്കുകൾ മാത്രം. പക്ഷെ ആ നിമിഷം നിരഞ്ജൻ ശ്രദ്ധിച്ചത് ഗൗരിയുടെ കണ്ണുകളിലുണ്ടായിരുന്ന പറയാത്തൊരു വേദനയായിരുന്നു. ഈ കണ്ണുകളിൽ എന്തോ ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നു, അവൻ മനസ്സിൽ വിചാരിച്ചു. അതേസമയം ഗൗരി മനസ്സിൽ പറഞ്ഞു, പുതിയ ആളാണ്, എല്ലാവരോടും പോലെ ഒരുപോലെ സംസാരിക്കും. എനിക്കും അതൊന്നും വേണ്ട. ഒരു ദിവസം ഉച്ചയ്ക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളുമായി പുറത്തേക്ക് വരുമ്പോൾ ഗൗരിയുടെ കയ്യിൽ നിന്നൊരു പുസ്തകം നിലത്തേക്ക് വീണു. അതെടുക്കാൻ അവൾ കുനിയുന്നതിനു മുൻപ് മറ്റൊരാൾ അത് എടുത്തു. ഇതാണ് ടീച്ചർ. ഗൗരി തല ഉയർത്തി നോക്കി. നിരഞ്ജൻ, താങ്ക് യു. മെല്ലെ നടന്നാൽ മതി, ഈ വരാന്ത നനഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാം. അത്രയും പറഞ്ഞ് ഗൗരി നടന്നു. അവൾ പോയ വഴിയിലേക്ക് നോക്കി നിന്ന നിരഞ്ജൻ പതുക്കെ പറഞ്ഞു, ഈ പുഞ്ചിരിക്ക് പിന്നിൽ എത്രയോ കണ്ണീരുണ്ടെന്ന് തോന്നുന്നു. ആ വാക്കുകൾ കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിധി അവരുടെ ജീവിതങ്ങളെ ഓരോ വഴിയിലേക്ക് പതുക്കെ കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ സ്കൂളിലെ അസംബ്ലി കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സുകളിലേക്ക് തിരിച്ചു. പുതിയ അധ്യാപകനായതിനാൽ നിരഞ്ജന് വിദ്യാർത്ഥികളെ പരിചയപ്പെടാനുള്ള ആവേശമായിരുന്നു. ക്ലാസ്സിൽ അവൻ പാഠപുസ്തകത്തിൽ ഒതുങ്ങാതെ സംസാരിക്കുകയും കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. പിരീഡ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വന്നപ്പോൾ മാലിനി ടീച്ചർ ചായ നീട്ടിക്കൊടുത്തു. ആദ്യ ദിവസം എങ്ങനെയുണ്ടായിരുന്നു സർ? വളരെ നന്നായി. ഇവിടുത്തെ കുട്ടികൾക്ക് നല്ല കഴിവുണ്ട്. അത് ശരിയാണ്, പക്ഷെ ഈ സ്കൂളിലെ ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? മാലിനി ഒരു നിമിഷം ഗൗരിയുടെ സീറ്റിലേക്ക് നോക്കി. അവിടെ അവൾ പരീക്ഷാ പേപ്പറുകൾ നോക്കിക്കൊണ്ടിരുന്നു. ഗൗരി ടീച്ചറെ കണ്ടില്ലേ, ഒരുപാട് ചിരിക്കാത്ത ആളാണ്. നിരഞ്ജൻ നിശബ്ദനായി. ഞാൻ ശ്രദ്ധിച്ചിരുന്നു, മാലിനി പതുക്കെ പറഞ്ഞു. 5 വർഷം മുൻപ് ഭർത്താവ് അപകടത്തിൽ മരിച്ചു. അതിനുശേഷം ആളാകെ മാറിപ്പോയി. ആ വാക്കുകൾ കേട്ടപ്പോൾ നിരഞ്ജന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. ഓ, എനിക്കറിയില്ലായിരുന്നു. ആരും അധികം അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. അപ്പോഴേക്കും ഗൗരി എവിടേക്ക് നടന്നു വന്നു. മാലിനി, 10ാം ക്ലാസ്സിന്റെ ഹാജർ രജിസ്റ്റർ എവിടെയുണ്ട്? ആ മേശപ്പുറത്തുണ്ട്. ഗൗരി രജിസ്റ്റർ എടുത്ത് തിരിഞ്ഞു. നിരഞ്ജൻ മര്യാദയോടെ പറഞ്ഞു, ടീച്ചർ, ഇന്നലെ തന്ന പുസ്തകത്തിന് നന്ദി പറയാൻ പോലും മറന്നു. ഗൗരി ചെറുതായി പുഞ്ചിരിച്ചു. അതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും പറയണമെന്ന് തോന്നി. ശരി. അത്രയും പറഞ്ഞ് അവൾ ക്ലാസ്സിലേക്ക് നടന്നു. മാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗൗരി ടീച്ചർ എല്ലാവരോടും ഇങ്ങനെയാണ്. ദേഷ്യമല്ല, പക്ഷെ മനസ്സ് തുറക്കാൻ സമയമെടുക്കും. വൈകുന്നേരം സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ കനത്ത മഴ തുടങ്ങി. ബസ് സ്റ്റോപ്പിൽ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗൗരി കുട തുറന്നു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നിരഞ്ജനും അവിടെ എത്തിയത്. ഇന്ന് മഴ നന്നായി പെയ്യുന്നല്ലോ. അതെ. ടീച്ചർ ദിവസവും ബസ്സിലാണോ പോകുന്നത്? അതെ. ഒരു നിമിഷം നിശബ്ദത. പിന്നെ നിരഞ്ജൻ പറഞ്ഞു, ഇവിടത്തെ സ്ഥലം എനിക്ക് പുതുതാണ്. നല്ലൊരു ചായക്കട എവിടെയെങ്കിലും ഉണ്ടോ? ഗൗരിയുടെ മുഖത്ത് ആദ്യമായി ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു.
സ്കൂൾ ഗേറ്റിന് എതിർവശത്ത് കാണുന്ന കടയുണ്ട്. അവിടുത്തെ ചായ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വഴി പറഞ്ഞു തന്നതിന് നന്ദി. സ്വാഗതം. അപ്പോഴേക്കും ബസ് എത്തി. ഗൗരി ബസ്സിലേക്ക് കയറി. ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ ഗൗരി ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന നിരഞ്ജനെ ഒരു നിമിഷം കണ്ടു. എന്തുകൊണ്ടോ ഈ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുന്നില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. അതേസമയം ബസ് അകന്നു പോകുന്നത് നോക്കി നിന്ന നിരഞ്ജൻ പതുക്കെ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി വളരെ അപൂർവമാണ്. പക്ഷെ അത് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നു. ഇരുവരും അറിഞ്ഞിരുന്നില്ല ഈ ചെറിയ സംഭാഷണങ്ങൾ ഒരു ദിവസം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന്. രാവിലെ സ്കൂളിലെ 3-ാം പീരീഡ്. 9-ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗൗരി ടീച്ചർ പാഠം നിർത്തി ഒരു വിദ്യാർത്ഥിയെ ശ്രദ്ധിച്ചു. പിന്നിലെ ബെഞ്ചിലിരുന്ന അഖിൽ തല മേശപ്പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. അഖിൽ, എന്താണ് മോനെ, സുഖമില്ലേ? അവൻ പതിയെ എഴുന്നേറ്റു. ടീച്ചർ, നല്ല തലവേദന. ഗൗരി ഉടനെ അവന്റെ നെറ്റിയിൽ കൈവച്ചു. പനിയുണ്ടല്ലോ. ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയോട് അവൾ പറഞ്ഞു. രാഹുൽ, ഓഫീസിൽ പോയി ഹെഡ് മാസ്റ്റർ സാറിനോട് പറയൂ. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം നിരഞ്ജനും അവിടേക്ക് എത്തി. എന്തുപറ്റി ടീച്ചർ? അഖിലിന് നല്ല പനിയുണ്ട്, വീട്ടിൽ അറിയിക്കണം. നിരഞ്ജൻ മടിച്ചില്ല. ഞാൻ ബൈക്കിൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം, രക്ഷിതാക്കളെയും വിളിക്കാം. ഗൗരി നന്ദിയോടെ അവനെ നോക്കി. ഒരാൾ കൂടെ പോകുന്നതാണ് നല്ലത്, ഞാനും വരാം. ഇരുവരും ചേർന്ന് അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ മരുന്ന് നൽകി. ഭയക്കേണ്ട, വൈറൽ ഫീവറാണ്, വിശ്രമിച്ചാൽ മതി. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. ആശുപത്രിയുടെ വരാന്തയിൽ കുറച്ചുനേരം അവർ നിൽക്കേണ്ടി വന്നു. ആദ്യമായി അവരുടെ ഇടയിൽ മൗനം നീണ്ടു. ആ മൗനം പൊളിച്ചത് നിരഞ്ജനായിരുന്നു. ടീച്ചർ, ഒരു കാര്യം ചോദിച്ചാൽ വിഷമമാകുമോ? ഗൗരി അവനെ നോക്കി. എന്താണ്? എപ്പോഴും നിങ്ങൾ വളരെ നിശബ്ദയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാനല്ല, പക്ഷെ ചിലപ്പോൾ മനസ്സിലുള്ളത് പറയുന്നത് ആശ്വാസമാകാറുണ്ട്. ഗൗരി കുറച്ചു നിമിഷം ഒന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ മറുപടി പറഞ്ഞു. എല്ലാ വേദനയും വാക്കുകളാക്കി പറയാൻ പറ്റില്ല സർ. നിരഞ്ജൻ തലകുനിച്ചു. ശരിയാണ്, ഞാൻ നിർബന്ധിക്കില്ല. ആ മറുപടി കേട്ടപ്പോൾ ഗൗരിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. പലരും അവളുടെ ജീവിതത്തെക്കുറിച്ച് കൗതുകത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായാണ് ഒരാൾ ചോദിക്കാതിരിക്കാൻ തീരുമാനിക്കുന്നത്. അവൾ മൃദുവായി പറഞ്ഞു, നന്ദി. എന്തിന്? മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാത്തതിന്. നിരഞ്ജൻ ചെറുതായി ചിരിച്ചു. ഓരോ മനുഷ്യനും അവരുടേതായ മുറിവുകളുണ്ട്. അത് തുറക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. ആ വാക്കുകൾ ഗൗരിയുടെ മനസ്സിൽ എന്തോ സ്പർശിച്ചു. വൈകുന്നേരം സ്കൂളിൽ തിരിച്ചെത്തിയപ്പോൾ മാലിനി ടീച്ചർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ആശുപത്രി വരെ പോയെന്ന് കേട്ടു. ഒരു കുട്ടിക്ക് അസുഖമായിരുന്നു, ഗൗരി ചുരുക്കത്തിൽ മറുപടി പറഞ്ഞു. എന്നാൽ മാലിനിയുടെ കണ്ണുകളിൽ ചെറിയൊരു കുസൃതി ഉണ്ടായിരുന്നു. പുതിയ സാറിന് ആളുകളെ മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ടെന്ന് തോന്നുന്നു. ഗൗരി ഒന്നും പറഞ്ഞില്ല. എന്നാൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നപ്പോൾ മൈതാനത്തെ വിദ്യാർത്ഥികളോടൊപ്പം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നിരഞ്ജനെ അവൾ കണ്ടു. അറിയാതെ അവളുടെ ചുണ്ടിലും ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ട മാലിനി മനസ്സിൽ പറഞ്ഞു, 5 വർഷത്തിന് ശേഷം ഗൗരി വീണ്ടും ചിരിക്കുന്നുണ്ട്. പക്ഷെ സ്കൂളിന്റെ മറുവശത്ത് നിന്നുകൊണ്ട് ഈ കാഴ്ച ശ്രദ്ധിച്ച മറ്റൊരാളുണ്ടായിരുന്നു. സ്കൂൾ മാനേജർ രാഘവൻ. അവന്റെ മുഖത്തൊരു പുഞ്ചിരിയുമില്ല. ഈ സൗഹൃദം ഇവിടെ അവസാനിക്കണം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. സ്കൂളിലെ രാവിലെ പതിവ് പോലെ തന്നെ തിരക്കിലായിരുന്നു. ഗൗരി ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് മടങ്ങുമ്പോൾ വരാന്തയിൽ വിദ്യാർത്ഥികളോട് സംസാരിച്ചു കൊണ്ടിരുന്ന നിരഞ്ജൻ അവളെ കണ്ട് പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്, അത്രമാത്രം. പക്ഷെ ആ ചെറിയ പുഞ്ചിരി പോലും സ്കൂളിലെ ചിലരുടെ കണ്ണിൽപ്പെടാൻ മതി. സ്റ്റാഫ് റൂമിന്റെ ഒരു മൂലയിൽ ഇരുന്ന 2 അധ്യാപകർ പതുക്കെ തമ്മിൽ പറഞ്ഞു, പുതിയ സാർ ഗൗരി ടീച്ചറോട് കുറച്ച് കൂടുതൽ സംസാരിക്കുന്നില്ലേ? എനിക്കും അങ്ങനെ തോന്നി. എന്തായാലും ആളുകൾ പലതും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കണം. ആ സംഭാഷണം രാഘവൻ മാനേജറുടെ ചെവിയിലും എത്തി. അവന്റെ മുഖത്തൊരു തണുത്ത ചിരി വിരിഞ്ഞു. ആളുകൾ പറയുന്ന കാര്യങ്ങൾക്ക് തീയിടാൻ അധികം ബുദ്ധിമുട്ടില്ല. അന്നേ ദിവസം ഉച്ചയ്ക്ക് സ്കൂളിൽ സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ചുമതലകൾ വിഭജിക്കുകയായിരുന്നു. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഈ വർഷത്തെ പ്രസംഗം, നാടകം, ആങ്കറിംഗ് എന്നിവയുടെ ചുമതല ഗൗരി ടീച്ചറും നിരഞ്ജൻ സാറും ചേർന്നായിരിക്കും. നിരഞ്ജൻ ഉടൻ സമ്മതിച്ചു. ശരി സാർ. ഗൗരിയും തല കുലുക്കി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നിരഞ്ജൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ടീച്ചർ, ഇന്ന് സ്കൂൾ കഴിഞ്ഞ് അരമണിക്കൂർ ഇരുന്ന് പരിപാടിയുടെ പ്ലാൻ ചെയ്യാമോ? ഗൗരി ഒരു നിമിഷം ആലോചിച്ചു. ശരി, ലൈബ്രറിയിൽ ഇരിക്കാം. വൈകുന്നേരം 4 മണി. ലൈബ്രറിയിൽ പുസ്തകങ്ങളുടെ മണം നിറഞ്ഞ നിശബ്ദത. രണ്ടുപേരും ഒരു മേശയ്ക്ക് എതിർവശത്തായിരുന്നു. നിരഞ്ജൻ ഒരു നോട്ട് തുറന്നു. ആദ്യം കുട്ടികളുടെ പ്രസംഗ വിഷയം തീരുമാനിക്കാം. സ്വാതന്ത്ര്യത്തിന്റെ വില എന്ന വിഷയം കൊടുത്താൽ നന്നായിരിക്കും. അടിപൊളി. ഇരുവരും ചർച്ചയിൽ മുഴുകി. അറിയാതെ സമയം കടന്നുപോയി. അപ്പോഴാണ് ലൈബ്രറിയുടെ വാതിലിനരികിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടത്. രാഘവൻ.
അകത്ത് കയറിയില്ല. പുറത്തുനിന്ന് നോക്കിയ ശേഷം ശബ്ദമില്ലാതെ തിരികെ നടന്നു. അവന്റെ മനസ്സിൽ ഒരു പദ്ധതിയുടെ തുടക്കം കുറിക്കപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞപ്പോൾ ഗൗരി ഫയലുകൾ എടുത്ത് എഴുന്നേറ്റു. ഇന്നത്തേക്ക് ഇത്ര മതി. ടീച്ചർ, ഗൗരി തിരിഞ്ഞു നോക്കി. ഒരു കാര്യം പറയട്ടെ? പറയൂ. നിങ്ങൾ ചിരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായൊരു ആത്മവിശ്വാസം മുഖത്ത് കാണാം. ആ വാക്കുകൾ കേട്ട് ഗൗരി അമ്പരന്നു. അവൾ ഉടനെ നോട്ടം മാറ്റി. അങ്ങനെയൊന്നുമില്ല. ഉണ്ട്. ആ ചിരി എപ്പോഴും ഉണ്ടാകണം. ഗൗരിക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആരോ അവളുടെ സൗന്ദര്യത്തെയല്ല, അവളുടെ പുഞ്ചിരിയെക്കുറിച്ചാണ് പറഞ്ഞത്. അവൾ പതുക്കെ പറഞ്ഞു, നന്ദി. ഇരുവരും സ്കൂളിന് പുറത്തേക്ക് നടന്നു. പിന്നിൽ നിന്ന് ജനാലയിലൂടെ അവരെ നോക്കി നിന്ന രാഘവൻ ഫോൺ എടുത്തു. ഹലോ, നാളെ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കണം. എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടോ സർ? ഉണ്ട്. അവനൊരു നിമിഷം നിർത്തി. സ്കൂളിന്റെ അച്ചടക്കത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ വാക്കുകൾക്കൊപ്പം അവന്റെ മുഖത്തൊരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. ഗൗരിയും നിരഞ്ജനും ഒന്നും അറിയാതെ മുന്നോട്ട് നടക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് ആദ്യത്തെ അഭ്യൂഹങ്ങൾ കടന്നു വരാൻ ഇനി അധികം സമയമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ സ്കൂളിലെത്തിയപ്പോൾ ഗൗരിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഇന്നലെ ലൈബ്രറിയിൽ നിരഞ്ജനുമായി സംസാരിച്ചത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടതായി അവൾക്ക് തോന്നിയിരുന്നു. സ്റ്റാഫ് റൂമിലേക്ക് കയറുമ്പോൾ 2 അധ്യാപികമാർ സംസാരിക്കുന്നത് അവളുടെ ചെവിയിൽ പതിഞ്ഞു. പുതിയ സാറും ഗൗരി ടീച്ചറും ഇപ്പോൾ എല്ലാ കാര്യവും ഒരുമിച്ചാണെന്ന് കേൾക്കുന്നു. അങ്ങനെയൊന്നുമില്ലായിരിക്കാം, പക്ഷെ ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ. ഗൗരി ഒന്നും കേൾക്കാത്തതുപോലെ സ്വന്തം സീറ്റിൽ ഇരുന്നു. എന്നാൽ ആ വാക്കുകൾ അവളുടെ മനസ്സിലൊരു ഭയമായി മാറി. ഉച്ചയ്ക്ക് സ്വാതന്ത്ര്യദിന പരിപാടിയുടെ പരിശീലനം നടക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ ഓരോരുത്തരും പ്രസംഗം പരിശീലിക്കുകയായിരുന്നു. ഒരു കുട്ടി വേദിയിൽ നിന്ന് പേടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് പറ്റില്ല ടീച്ചർ. ഗൗരി അവന്റെ അടുത്തേക്ക് നടന്നു. മോനെ, എല്ലാവർക്കും ആദ്യം പേടിയുണ്ടാകും, പതുക്കെ പറഞ്ഞാൽ മതി. അപ്പോഴാണ് നിരഞ്ജനും അവിടെ എത്തിയത്. ഒരു കാര്യം ചെയ്യാം. അവൻ കുട്ടിയുടെ തോളിൽ കൈവച്ചു. ഞാനും നിന്റെ കൂടെ സ്റ്റേജിൽ നിൽക്കാം. നീ ധൈര്യമായി സംസാരിച്ചാൽ മതി. കുട്ടി പതിയെ പ്രസംഗം തുടങ്ങി. 5 മിനിറ്റിനുള്ളിൽ അവൻ ആത്മവിശ്വാസത്തോടെ മുഴുവൻ പ്രസംഗവും പറഞ്ഞു തീർത്തു. ഗൗരി സന്തോഷത്തോടെ കൈയടിച്ചു. വളരെ നന്നായി, നിരഞ്ജൻ ചിരിച്ചു. ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് മോന് ധൈര്യം കിട്ടിയത്. പരിശീലനം കഴിഞ്ഞപ്പോൾ ഗൗരി ഫയലുകൾ എടുത്ത് പുറത്തേക്ക് നടന്നു. വരാന്ത നനഞ്ഞു കിടക്കുകയായിരുന്നു. അറിയാതെ അവളുടെ കാൽ വഴുതി. അയ്യോ! താഴേക്ക് വീഴാൻ തുടങ്ങിയ ഗൗരിയെ നിരഞ്ജൻ വേഗത്തിൽ പിടിച്ചു. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. ഗൗരി ഭയന്നു പോയിരുന്നു. സോറി. അവൾ ഉടൻ അവനിൽ നിന്ന് അകന്നു. താങ്ക്സ്. കുഴപ്പമില്ല ടീച്ചർ. വീണിരുന്നെങ്കിൽ പരിക്കേൽക്കുമായിരുന്നു. ആ നിമിഷം തന്നെ വരാന്തയുടെ മറുവശത്ത് നിന്നിരുന്ന രാഘവനെല്ലാം കണ്ടു. അവന്റെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരി വിരിഞ്ഞു. എനിക്ക് വേണ്ടിയിരുന്നത് ഇതുപോലൊരു കാഴ്ച തന്നെയായിരുന്നു. വൈകുന്നേരം സ്റ്റാഫ് റൂമിൽ വീണ്ടും ചർച്ചകൾ തുടങ്ങി. ഇന്ന് വരാന്തയിൽ കണ്ടോ? നിരഞ്ജൻ സാർ ഗൗരി ടീച്ചറെ പിടിച്ചു. അത് അപകടം ഒഴിവാക്കാനായിരിക്കാം, അറിയില്ല. പക്ഷെ ആളുകൾ പലതും പറയുന്നുണ്ട്. ആ വാക്കുകൾ കേട്ട് ഗൗരി തല താഴ്ത്തി. അവൾക്ക് കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടു നിന്ന് നിരഞ്ജൻ എഴുന്നേറ്റു. 1 മിനിറ്റ്. എല്ലാവരും അവനെ നോക്കി. ഒരാൾ വീഴാൻ പോകുമ്പോൾ സഹായിക്കുന്നത് തെറ്റാണോ? സ്റ്റാഫ് റൂമിൽ നിശബ്ദത പരന്നു. ആരെക്കുറിച്ചും തെളിവില്ലാതെ സംസാരിക്കുന്നത് ശരിയല്ല. അത്രയും പറഞ്ഞ് നിരഞ്ജൻ പുറത്തേക്ക് നടന്നു. ആദ്യമായാണ് ഗൗരിക്ക് വേണ്ടി ഒരാൾ മറ്റുള്ളവരെ മുന്നിൽ സംസാരിക്കുന്നത്. ആ നിമിഷം അവളുടെ മനസ്സിൽ വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഒരു വാതിൽ പതുക്കെ തുറക്കാൻ തുടങ്ങി. പക്ഷെ ആ വാതിൽ തുറക്കാൻ സമൂഹം അനുവദിക്കുമോ?